പാർട്ടിയുടെ ഭാഗത്തുനിന്ന് ഇന്ന് ഉച്ചയ്ക്കാണ് സംസ്ഥാന അധ്യക്ഷൻ ജില്ലാ പ്രസിഡന്റിനെയും സംസ്ഥാന ജനറൽ സെക്രട്ടറിയും കാണണം. ഇത്തരത്തിലുള്ള കാര്യം പാർട്ടി ദേശീയ നേതൃത്വം ഉൾപ്പെടെ ചർച്ച ചെയ്ത് തീരുമാനിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞത്. അതിനുശേഷം ജില്ലാ അധ്യക്ഷനും സംസ്ഥാന അധ്യക്ഷൻ നിയോഗിച്ച സംസ്ഥാന ജനറൽ സെക്രട്ടറി സുരേഷ് ജിയും ഇക്കാര്യം സംസാരിക്കുകയായിരുന്നു. പാർട്ടിയുടെ മേയർ സ്ഥാനാർത്ഥിയായി തിരുവനന്തപുരം കോർപ്പറേഷനിലേക്ക് മത്സരിക്കണമെന്ന് പറയുകയായിരുന്നു. വളരെയധികം സന്തോഷമുണ്ട്. ബിജെപിയുടെ വലിയൊരു വിജയമാണ്, വലിയൊരു ചരിത്ര നിയോഗമാണ്. അപ്പം അറിയപ്പെടാൻ പോകുന്ന ബിജെപിയുടെ തിരുവനന്തപുരത്തെ ആദ്യ മേയർ എന്നൊരു പദവിയിൽ കൂടിയാണ് താങ്കൾ എത്താൻ പോകുന്നത്. ഞാൻ അതിന് ഒക്കെ മുമ്പ് തന്നെ, ആ പദവിയിലെത്തുന്നതിന് മുൻപ് തന്നെ, ഒരു പ്രതീക്ഷയും സാധ്യതയും ഇല്ലാതിരുന്ന കാലഘട്ടത്തിൽ ഞങ്ങളുടെ ആശയം ഏറ്റെടുത്ത് പ്രവർത്തനത്തിൽ എത്തിയ നൂറുകണക്കിന് ആയിരക്കണക്കിന് പ്രവർത്തകരുണ്ട്. പതിറ്റാണ്ടുകൾക്ക് തന്നെ പ്രവർത്തനം ആരംഭിച്ച അവരുടെയൊക്കെ തന്നെ അതിലൊരുപാട് പേർക്ക് ശാരീരികമായും ഒക്കെ ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ടുണ്ട്. ആയിരക്കണക്കിന് പേർ മരണപ്പെട്ടു പോയിട്ടുണ്ട്. അവരുടെയൊക്കെ തന്നെ ജീവന്റെയും കഷ്ടപ്പാടിന്റെയും ഒക്കെ ഫലമായിട്ടാണ് BJP ഇന്ന് ഈ കോർപ്പറേഷന്റെ ഭരണത്തിൽ എത്തിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ സമൂഹത്തിൽ BJPയെ സ്നേഹിക്കുന്ന ആയിരക്കണക്കിന് വരുന്ന ലക്ഷക്കണക്കിന് വരുന്ന ജനതയുടെ പിന്തുണ. ഞാൻ ഈ നേരത്തെ പറഞ്ഞ രണ്ട് തരത്തിലുള്ള ഞങ്ങളുടെ സംഘടനാ പ്രവർത്തകർക്ക്, BJP ഉൾപ്പെടുന്ന ദേശീയ പ്രസ്ഥാനങ്ങൾ, രാഷ്ട്രീയ സ്വയംസേവക സംഘം ഉൾപ്പെടുന്ന ദേശീയ പ്രസ്ഥാനങ്ങളുടെ പ്രവർത്തകരുടെയും തിരുവനന്തപുരത്തെ സാധാരണക്കാരായ ജനങ്ങളുടെയും വിജയമായിട്ടാണ് ഞാൻ കാണുന്നത്. അവർ ഏൽപ്പിച്ച ഒരു ഉത്തരവാദിത്തമാണിത്. ഇതിനെ കണ്ണിലെ കൃഷ്ണമണി പോലെ, തെരഞ്ഞെടുപ്പ് വിജയത്തിന്റെ അന്ന് ഞങ്ങൾ പറഞ്ഞതുപോലെ കണ്ണിലെ കൃഷ്ണമണി പോലെ ഞങ്ങൾ കാത്തു സൂക്ഷിക്കും. നാളെയാണ് തെരഞ്ഞെടുപ്പ്. അനായാസം BJP ജയിക്കാവുന്ന സാഹചര്യമുണ്ട്. അല്ല, ഞങ്ങൾ എല്ലാ തെരഞ്ഞെടുപ്പുകളെയും ഞങ്ങൾ വളരെ ഗൗരവമായിട്ടാണ് കാണുന്നത്. ഞങ്ങൾക്ക് നല്ല ഭൂരിപക്ഷം ലഭിക്കാൻ സാധ്യതയുള്ള തെരഞ്ഞെടുപ്പുകൾ ഉൾപ്പെടെ ഞങ്ങൾ വളരെ സൂക്ഷ്മമായിട്ട് തന്നെയാണ് BJP തെരഞ്ഞെടുപ്പുകളെ കാണുന്നത്. അതുകൊണ്ട് അനായാസം ജയിക്കാം എന്ന് താങ്കൾ പറഞ്ഞത് ഞങ്ങൾ ഗൗരവമായിട്ടാണ് കാണുന്നത്. അതിനെ വളരെ സന്തോഷത്തോടെ ആരോഗ്യകരമായിട്ടാണ് ഞാൻ കാണുന്നത്. കാരണം ശക്തമായ പ്രതിപക്ഷമുള്ള സ്ഥലത്താണ് ശക്തമായ ജനാധിപത്യ സംവാദങ്ങൾ ഉയർന്നു വരുന്നത്. അപ്പോൾ നമുക്കും വളരെ സജീവമായിട്ട് ജനാധിപത്യത്തിൽ പ്രതിപക്ഷത്തിന്റെ ഉത്തരവാദിത്വം തിരുത്തൽ ശക്തിയായിട്ട് പ്രവർത്തിക്കണമെന്നുള്ളതാണ്. ഞങ്ങൾ കഴിഞ്ഞ 5 വർഷം തിരുത്തൽ ശക്തിയായിട്ട് തന്നെയാണ് തിരുവനന്തപുരം കോർപ്പറേഷനിൽ പ്രവർത്തിച്ചത്. അപ്പോൾ ശക്തമായ പ്രതിപക്ഷം, ശക്തമായ കരുത്തരായ ആരോഗ്യകരമായ സംവാദം നടത്താൻ സാധ്യതയുള്ള പാർലമെന്ററി പ്രൊസീഡിംഗ്സിൽ പരിചയസമ്പന്നരായ നേതാക്കന്മാർ പ്രതിപക്ഷത്തുള്ളത് വളരെ സന്തോഷത്തോടെയാണ് ഞാൻ കാണുന്നത്. അത്തരത്തിൽ മുന്നോട്ട് പോകുന്നത് ആവേശം നൽകുകയാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.